ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയും കൃഷും വനദുർഗയുടെ ആ ഒരു കാവിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വാസുകിയും ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. കൃഷ് തന്റെ അച്ഛനെ പറ്റി ഓർത്ത് കരയുമ്പോൾ കൺമണി കൃഷിനെ സമാധാനിപ്പിക്കുന്നതും എല്ലാം ഇങ്ങനെ വാസുകി നോക്കുന്നുണ്ട്. വാസുകിക്ക് മനസ്സിലാവുന്നുണ്ട് കൃഷിന്റെ മനസ്സിലുള്ള വേദനയുടെ ആഴം. വാസുകി എന്നിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് നിങ്ങൾ തിരിച്ചു പോവുകയാണെന്ന് ഞാൻ അറിഞ്ഞു എന്നിങ്ങനെ പറയുന്നതും പോകുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ടൊന്ന് പ്രാർത്ഥിക്കാന്ന് കരുതി എന്നിങ്ങനെ കൺമണിയും പറയുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന മാത്രമല്ല, ഞങ്ങൾ ഇവിടുത്തെ തൊഴിലാളികളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ടാവും. ദുർഗാദേവി നിങ്ങളെ കൈവിടില്ല. സത്യത്തിൽ ഒരു വലിയ ആഘോഷമായിട്ട് യാത്രയപ്പൊക്കെ നൽകിയാണ് നിങ്ങളെ മടക്കി അയക്കേണ്ടിയിരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നതും. പക്ഷെ സാഹചര്യം ഇപ്പൊ അങ്ങനെയല്ലല്ലോ. നിങ്ങൾ ഈ നാട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ പട്ടിണി കൊണ്ട് പലരും അവസാനിച്ചിട്ടുണ്ടാവുമായിരുന്നു. ഇതേ സമയം കൃഷി വാസുകിയോട് പറയും, ഞങ്ങൾ ഇനി വീണ്ടും ഇങ്ങോട്ട് വരും വാസുകി, നിങ്ങൾ ആരെയും ഞങ്ങൾ മറക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാസുകിയോട് യാത്ര പറഞ്ഞ് കൃഷ്ണൻ കൺമണി അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ബലരാമനോട് വൈരാഗ്യമുള്ള ഒരു സഹതടവുകാരൻ ബലരാമന്റെ അടുത്ത് എന്നിട്ട് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ബലരാമനെ ഫിസിക്കലായിട്ട് അറ്റാക്ക് ചെയ്തിട്ട് നീ ജയിലിൽ നിന്നും പോവാണെന്ന് അറിഞ്ഞു, പക്ഷെ അതിനു മുമ്പ് നമുക്ക് തമ്മിലുള്ള കണക്ക് തീർക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സഹദേവൻ അയാളോട് താഴ്മയോടെ പറയുന്നുണ്ട്, എന്നെ വിട്ടേക്ക്, ഞാനായിട്ട് തുടങ്ങി വെച്ച പ്രശ്നം ഞാനായിട്ട് തീർത്തു. എന്നാൽ അയാൾ പറയുന്നുണ്ട്, നീയായിട്ട് അങ്ങനെ തീർക്കേണ്ട കാര്യമില്ലടാ, ഞാനായിട്ട് തുടങ്ങി വെച്ചതല്ലേ, ഞാൻ തന്നെ തീർത്തോളാമെന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ അയാൾ തന്റെ കത്തി എടുത്തിട്ട് ബലരാമന്റെ പള്ളയിലേക്ക് അത് കുത്തി ഇറക്കുകയാണ്. 2-3 തവണ കുത്തുന്നുണ്ട് ബലരാമനെ. ബലരാമൻ ഒട്ടും വയ്യാതായി പോകുന്നുണ്ട്. അവിടെ തന്നെ അവശനായിട്ട് ഇരുന്ന് പോകുന്നുണ്ട് കേട്ടോ. തടവുകാരനാണെങ്കിൽ കുത്തിയിട്ട് തന്റെ ഡ്യൂട്ടി കഴിഞ്ഞെന്നുള്ള രീതിയിൽ അവിടെ നിന്നും വേഗം പോവുകയും ചെയ്യുന്നു. അതിനുശേഷം ഹോസ്പിറ്റലിലെ സീനാണ് കാണിക്കുന്നത്. എല്ലാവരും അങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. മാനസ മാത്രം എന്തൊക്കെയോ ആലോചനകളിൽ മുഴുകിയാണ് നിൽപ്പ്. ഇതേ സമയത്താണ് കൃഷ് അങ്ങോട്ട് വരുന്നത്. കൃഷ് ഒറ്റയ്ക്കല്ല, കൂടെ കൺമണിയുണ്ട്. സുജാത ആണെങ്കിൽ ആന്റിയമ്മയുടെ ദേഹത്ത് തലവെച്ച് കിടക്കുകയാണ്. അപ്പൊ ഇതേ സമയത്താണ് കൃഷ് സുജാതയെ അമ്മയെന്നൊരു വിളിക്കുന്നത്. സുജാത നോക്കുന്നതും കൃഷ് അതാ തന്റെ മുന്നിൽ നിൽക്കുന്നു. സുജാതയ്ക്ക് ആ കൃഷിനെ കാണുന്നതും സന്തോഷത്തിന് അതിരില്ല. വേഗം ചെന്നിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നാൽ ആന്റിയമ്മയും ഹേമയും മാനസയും ഒക്കെ ആകെ അന്തം വിട്ടുകൊണ്ടാണ് നിൽപ്പ്. കൃഷിന്റെ കൂടെ കൺമണിയും കൂടെ വന്നിരിക്കുന്നത് അവർക്കൊട്ടും തന്നെ സഹിക്കുന്നില്ല. മാനസയൊക്കെ ആണെങ്കിൽ കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് കൺമണി ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. സുജാതയാണെങ്കിൽ ഇമോഷണൽ ആയിക്കൊണ്ട്, എടാ നീ നിന്റെ അച്ഛനെ അമ്മയൊക്കെ വിട്ടിട്ട് എവിടെയായിരുന്നടാ? അച്ഛനൊന്ന് വീഴാൻ തുടങ്ങുമ്പോ താങ്ങാൻ നീയല്ലേ ഉള്ളൂ. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്തത്? എവിടെയായിരുന്നു നീ എന്നെല്ലാം പറഞ്ഞിങ്ങനെ കരയാണ് കൃഷിന്റെ മുന്നിൽ. എല്ലാം ഞാൻ പറയാമെന്നാണ് കൃഷ് അപ്പൊ സുജാതയോട് പറയുക. എന്തായാലും കൃഷിന്റെ കൂടെ കൺമണിയെ കണ്ടിട്ട് ഹേമയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല. മാനസയെ നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞ് മാനസയെ വിളിക്കുകയാണ്. സുജാതയുടെ ദേഷ്യത്തോടെ ഞങ്ങൾ ഇവിടുന്ന് പോവാണെന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുകയാണ്. എന്നാൽ മാനസ പറയും, വേണ്ട, ആരും പോവുകയൊന്നും വേണ്ട, എന്ത് വേണമെന്നേ ഞാൻ പറയാം. അതും പറഞ്ഞിട്ട് കൺമണിയോട് വന്ന് തട്ടിക്കയറുകയാണ്. എടി നിനക്കെന്താടി ഇവിടെ കാര്യം? ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നു? കൺമണിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുകയാണ്. അപ്പൊ കൃഷാണ് മറുപടി കൊടുക്കുന്നത്, കൺമണി എന്റെ കൂടെ വന്നതാണെന്ന് പറഞ്ഞിട്ട്. ഉടനെ ആന്റിയമ്മ പറയും, എടാ നിന്റെ കൂടെ നിൽക്കേണ്ട ആള് ദേ ഇവിടെ നിൽക്കുന്നു. മാനസ, പുറത്ത് നിർത്തേണ്ടവരെ അകത്ത് വിളിച്ചോണ്ട് വന്നിട്ട് എന്നോടൊപ്പം വന്നതാണെന്നൊന്നും ആരും പറയണ്ട. കൺമണിയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഞാൻ സാഗർ സാറിനെ കാണാൻ വേണ്ടി വന്നതാണെന്ന് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിലും സുജാതയാണ് അപ്പൊ ഇതില് കൺമണിക്ക് മറുപടി കൊടുക്കുന്നത്. കൺമണി ഇവിടെ നിന്ന് പൊക്കോളാൻ തന്നെ പറയുകയാണ് സുജാത. കൺമണി അത് കേട്ട് ഞെട്ടലോടെ മാഡം എന്ന് വിളിക്കുന്നുണ്ട്. ഉടനെ മാനസയും പറയുകയാണ്, എടി ആന്റി പറഞ്ഞത് കേട്ടില്ലേ, നിന്നോട് പോവാൻ. പെണ്ണുങ്ങളോടൊന്നും കൂട്ടുകൂടണ്ട, ആണുങ്ങൾ മതി നിനക്ക്, അല്ലേടി? അങ്ങനെ കൺമണിയെ അപമാനിക്കുന്ന രീതിയിലുള്ള വാക്കുകളാണ് മാനസ പ്രയോഗിക്കുന്നത്. ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും കൺമണിക്ക് നല്ല ദേഷ്യമാവുന്നുണ്ട്. മാനസെ, നീ സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് തിരിച്ചു പറയുകയാണ്. എന്നാൽ മാനസയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സുജാത വരികയാണ്. മാനസ മര്യാദയ്ക്ക് തന്നെയാണ് സംസാരിച്ചെന്നും കൺമണിയോട് വേഗം പോകാനും വീണ്ടും പറയുന്നുണ്ട് അവര്. ഇതൊക്കെ കേട്ട് കൃഷി ആകെ വല്ലാതെ വന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷി പറയുന്നുണ്ട്, എന്റെ ഒപ്പം വന്ന ഒരാളെ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞയക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലെന്ന്. കൺമണിയാണെങ്കിൽ വെറുതെ പ്രശ്നം ഉണ്ടാകണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പൊയ്ക്കോളാന്നൊക്കെ കൃഷ്ണനോട് പറയുമ്പോൾ വേണ്ടെന്നും കൺമണിയോട് ഇവിടെ നിൽക്കാൻ തന്നെ കൃഷി പറയും. തുടർന്ന് കൺമണിയും സുജാതയോടും മാനസയോടും ഒക്കെ ആയിട്ട്, ഞാൻ കാരണം നിങ്ങളാരും വിഷമിക്കണ്ട, പ്രത്യേകിച്ച് സാഗർ സാർ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ ഇവിടെ വഴക്കും ബഹളം ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഞാൻ എന്റെ ചെയർമാനെ ഒന്ന് കാണാൻ വന്നതാ,
ഞാൻ വന്നത് നിങ്ങൾക്ക് വിഷമമായെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുക. എന്നാൽ മാനസ അതിൽ പിടിച്ച് കയറുന്നുണ്ട്. ഞങ്ങളുടെ ചെയർമാനോ? ഏത് ഞങ്ങളുടെ ചെയർമാൻ? എന്റെ അങ്കിളാണ് അത് കഴിഞ്ഞേ ആകുന്നുള്ളൂ ചെയർമാനും സെക്രട്ടറിയും ഒക്കെ. എന്നിട്ട് കൃഷ്ണനോടും പറയാണ്, ഇവളൊരു ഡിസൈൻ ചെയ്തെന്ന് വെച്ചാൽ ഇവളെ തലയിൽ കയറ്റി കൊണ്ടു കിടക്കേണ്ട കാര്യമൊന്നുമില്ല കൃഷ്. ജോലിക്കാരിയായിട്ട് തന്നെ കണ്ടാൽ മതി. മാനസയുടെ ഈ വാക്കുകൾ കൺമണിയെ ശരിക്കും വിഷമിപ്പിക്കുന്നുണ്ട്. കൺമണി അപ്പൊ തിരിച്ചു പറയും, ഒരു കാലത്ത് ഈ ജോലിക്കാരിയെ കൊണ്ട് ഉപകാരം ഉണ്ടായിരുന്നു എന്ന് മറക്കരുത്. എന്നാൽ പഴയ കാര്യങ്ങളൊന്നും തന്നോട് പറയേണ്ടതും അതൊന്നും കേൾക്കാൻ തനിക്കിപ്പോ സമയമില്ലെന്നും, പിന്നെ എന്നെ എന്റെ അങ്കിള് സസ്പെൻഡ് ചെയ്തു എന്നുള്ള ഒരു കാര്യം ഓഫീസിൽ ഒരു മാതൃകയാവട്ടെ എന്ന് വെച്ചിട്ടാ. അതുകൊണ്ട് അതിന്റെ പേരിൽ നീ സന്തോഷിക്കൊന്നും വേണ്ടടി. ഞാൻ അങ്കിളിനും ആന്റിക്കും ഒപ്പം എപ്പോഴും വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ സസ്പെൻഷൻ എന്നെല്ലാം പറയുന്നത് കേട്ടിട്ട് കൺമണി തിരിച്ചു പറയുന്നുണ്ട്, ആയിക്കോട്ടെ, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. തെറ്റിന് ശിക്ഷ ഉണ്ടാവും, ആ ശിക്ഷയോടെ പാഠങ്ങൾ പഠിക്കുകയാണ് വേണ്ടത് എന്നും ഇങ്ങനെ പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുന്നതും കൺമണിയോട് നിൽക്കാൻ പറയാണ് മാനസ. എന്നിട്ടൊരു വാണിംഗ് കൊടുക്കുന്ന പോലെ, നീ ഇപ്പൊ വന്നു, പക്ഷെ ഇനി മേലിൽ ഈ പരിസരത്തോ ഞങ്ങളുടെ കുടുംബ വിഷയത്തിലോ തലയിടാൻ വന്നേക്കരുത് എന്നെല്ലാം പറയുന്നത് കേട്ടിട്ട് കൺമണിയാണെങ്കിൽ അത് പറയേണ്ടത് മാഡം അല്ല സുജാത മാഡം ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും സുജാതയും കൺമണിക്ക് ഇപ്പൊ എതിരായി നിൽക്കുന്നതുകൊണ്ട് തന്നെ കൺമണിയോട് അവരും പറയുകയാണ്, എന്റെ അതേ അഭിപ്രായം തന്നെയാണ് മാനസമോൾ ഇപ്പൊ പറഞ്ഞത്. ഇതും കൂടെ ആകുമ്പോഴത്തേക്കും കൺമണിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല. അവിടെ നിന്ന് വിഷമത്തോടെ പോവുക തന്നെയാ ചെയ്യുന്നത്. കൃഷ്ണനെ ഒന്ന് നോക്കിയിട്ടാണ് പോകുന്നത്. എന്നാൽ കൃഷി കൺമണി അങ്ങനെ ഒറ്റയ്ക്ക് വിടുവോ? കൃഷ്ണൻ പിന്നാലെ ചെല്ലുന്നുണ്ട്. എന്നാൽ അത് കാണുന്നതും മാനസയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല. മാനസ ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട്. പിന്നീട് കൃഷ് കൺമണിയുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് കൺമണിയോട് സോറിയൊക്കെ പറയാണ്. അപ്പൊ കൺമണി ചോദിക്കും, സാർ എന്തിനാ എന്നോട് സോറി പറയുന്നതെന്ന്. എനിക്കറിയാം സാറിന്റെ സാഹചര്യം. ആശുപത്രിയിൽ സാഗർ സാർ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ സാറ് ബഹളം വെക്കാത്തത് തന്നെയാണ് നല്ലത്. പിന്നെ എന്റെ നിയന്ത്രണവും കുറച്ച് വിട്ടുപോയി, അതിൽ സാറിനൊന്നും തോന്നല്ലേ. എന്നാൽ കൃഷി പറയും, നീ കുറച്ചുകൂടെ പറയാത്തതിലേ എനിക്ക് വിഷമമുള്ളൂ. ഒരു തല്ലും കൂടെ അവൾക്ക് കൊടുക്കണമായിരുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ അവൾക്ക് വൈകാതെ ഒരു തല്ല് കൊടുക്കുമെന്ന് തന്നെയാണ് കൺമണിയുടെ നിലപാട്. എനിക്കിപ്പോ അവളെ മാഡമെന്നൊന്നും വിളിക്കാൻ പോലും തോന്നുന്നില്ല. വേണ്ട, ബഹുമാനം അത് അർഹതപ്പെട്ടവർക്ക് മാത്രം കൊടുത്താൽ മതിയെന്ന് കൃഷു അഭിപ്രായപ്പെടുന്നുണ്ട്. നീ അവളുടെ പേര് തന്നെ വിളിച്ചാൽ മതിയെന്നും പറയുന്നു. കൺമണിയാണെങ്കിൽ തുടർന്ന് പറയുന്നുണ്ട്, ഇത്ര ബോധമില്ലാതെ എന്നോട് പെരുമാറുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇതൊരു ആശുപത്രിയല്ലേ, അസുഖങ്ങളെ അന്വേഷിച്ച് വന്നതല്ലേ, ആ ഒരു പരിഗണനയെങ്കിലും കാണിക്കണ്ടേ സർ. മാത്രമല്ല എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എനിക്ക് സങ്കടം വന്നു പോയത് സുജാതാന്റിയുടെ പ്രതികരണം കേട്ടിട്ടാ. മാനസയെ ശാസിക്കണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ ഞെട്ടിപ്പോയി. ഇങ്ങനെയെല്ലാം പറഞ്ഞ് കൺമണി കരയാൻ തുടങ്ങുന്നതും കൃഷി കൺമണിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അമ്മയുടെ പ്രതികരണമൊന്നും നീ കാര്യമാക്കണ്ട കൺമണി. എന്നാൽ സുജാത അമ്മയുടെ ഒരു പാവമാണെന്ന് തനിക്ക് അറിയാമെന്നും കൃപയുടെ കാര്യങ്ങളും സാഗർ സാറിന്റെ കാര്യങ്ങളും ഒക്കെ ഓർത്തിട്ട് ആകെ വിഷമിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ നിൽക്കുക. എന്തായാലും കൃഷ്ണനോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ തന്നെ കൃഷ്ണനോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ കൺമണി. എന്റെ പകുതി മനസ്സിപ്പോ വീട്ടില, അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് ഞാൻ സാറിനെ വിളിക്കാമെന്നും പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുന്നതും കൺമണിയെ ഒറ്റയ്ക്ക് വിടാൻ കൃഷ്ണന് മനസ്സില്ല. ഞാനും കൂടെ നിന്റെ കൂടെ വരാമെന്നൊക്കെ പറയുന്നുണ്ട്. വീട്ടിൽ ചെന്ന വരുൺ എങ്ങനെയാണ് പ്രതികരിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നതും, എങ്ങനെ പ്രതികരിച്ചാലും ശരി ഞാൻ അതിനെല്ലാം നേരിടും സാർ, എനിക്ക് നേരിട്ടേ പറ്റൂ. ഞാൻ അയാളെ പുറത്താക്കിയിരിക്കും. കേണൽ സാറ് പറഞ്ഞല്ലോ ഞാൻ തന്നെ അത് ചെയ്യണമെന്ന്, ഞാൻ തന്നെ വരുണിനെ ഇറക്കി വിടും എന്നിങ്ങനെ തന്റെ ഇടത്തോടെ തന്നെ കൺമണി പറയുകയാണ് കൃഷ്ണനോട്. ഇതേ സമയത്താണ് മാനസ വന്നിട്ട്, എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്, നിങ്ങൾക്കെന്താ ഇത്രമാത്രം സംസാരിക്കാൻ എന്നൊക്കെ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അമേരിക്കയും ചൈനയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ പറ്റിയുള്ള വിശകലനം നിനക്ക് എന്ത് വേണമെന്ന് ഒട്ടും കൂസലില്ലാതെ ചോദിക്കുകയാണ് കൃഷ്. വീണ്ടും വഴക്കാവാൻ പോകുന്നത് കാണുമ്പോൾ കൺമണി കൃഷ്ണനോട് ചെല്ലാൻ പറയുന്നുണ്ട് അങ്ങോട്ടേക്ക്. എന്നാൽ ആ പറഞ്ഞതും മാനസയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓ പിന്നെ കൃഷിനോട് അങ്ങോട്ട് ചെല്ലാൻ പറയാൻ നിന്റെ അനുവാദമൊന്നും ആവശ്യമില്ല. മാനസയുടെ വാക്കുകൾ അതിരി കിടക്കുന്നെന്ന് മനസ്സിലാക്കുന്ന കൺമണിയും തിരിച്ച് പ്രതികരിക്കുന്നുണ്ട്. മാഡം എന്നോട് നേരത്തെ കുറെ വാക്കുകൾ പറഞ്ഞു, തീരെ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് അപ്പ ഞാൻ പ്രതികരിച്ചത്. പക്ഷേ ഇനി എന്നെ പ്രകോപിപ്പിച്ചാൽ ഞാൻ പിന്നെ എങ്ങനെയാ പ്രതികരിക്കാമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. എന്നാൽ നീ എങ്ങനെയൊക്കെ പ്രതികരിക്കുമെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായെന്നും നിന്റെ പ്രതികരണങ്ങളെക്കുറിച്ച് എനിക്ക് മാത്രമല്ല വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലായെന്നും മാനസ മറുപടി കൊടുക്കുമ്പോ കൺമണി ദേഷ്യത്തോടെ തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് എന്ന്. അപ്പൊ മാനസ പറയാണ്, നിന്നെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കിയെന്ന് വെച്ചാലേ നിന്റെ സ്വഭാവശുദ്ധിയെക്കുറിച്ച് മനസ്സിലായെന്ന്. ഇത്രയും കേൾക്കുന്നതും കൺമണി പിന്നെ ഒന്നും നോക്കിയില്ല, മാനസയെ അടിക്കാൻ വരെ ചെല്ലുന്നുണ്ട്. പക്ഷെ കൃഷി തടഞ്ഞു മാറ്റും. കൺമണി അവിടെ നിന്ന് കൊണ്ടുപോകും. എന്നിട്ട് കൺമണിക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന രീതിയിൽ പതുക്കെ പറയുന്നുണ്ട്, ഇപ്പൊ തന്നെ അവൾക്ക് തല്ലിന്റെ എഫക്റ്റ് കിട്ടി, ഇനി തല്ലേണ്ട കാര്യമില്ല എന്ന്. ശേഷം കൺമണി അവിടെ നിർത്തിയിട്ട് കൃഷി മാനസയുടെ അടുത്ത് ചെന്നിട്ട് പറയാണ്, നേരത്തെ ബഹളം ഉണ്ടായപ്പോഴേ ഞാൻ കൺമണിയോട് നിന്നെ തല്ലാത്തത് എന്താണെന്ന് ചോദിച്ചു. പക്ഷെ തല്ലുന്നതിനേക്കാൾ നല്ലത് ഒന്ന് ഓങ്ങി നിൽക്കുന്നതാ, ഒരു മുന്നറിയിപ്പ്.
ഇത് കേൾക്കുന്ന മാനസ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണോ? പക്ഷെ നോക്ക്, ഞാൻ മാനസയാ, എത്ര ശ്രമിച്ചാലും എന്നെ തോൽപ്പിക്കാമെന്ന് കരുതണ്ട എന്നെല്ലാം അഹങ്കാരത്തോടെ പറയുന്നത് കേട്ടിട്ട് കൺമണി ചെന്നിട്ട് പറയുന്നുണ്ട്, മാഡം ഇത് കൺമണിയാ, ജീവിതത്തിൽ ആരെയും തോൽപ്പിക്കുമെന്ന് ഞാൻ കരുതിയിട്ടില്ല, തോറ്റു കൊടുക്കാൻ മടിയുമില്ല. ഞാൻ മാഡത്തിൽ നിന്ന് ഒന്നും തട്ടിയെടുത്തിട്ടുമില്ല. മാഡത്തിൽ നിന്നല്ല, ആരുടെ കയ്യിൽ നിന്നും. എന്റെ കൊച്ചു ജീവിതമായിരുന്നു എന്റെ സന്തോഷം. ഒരുപാട് നഷ്ടങ്ങൾ വന്നു. ജീവിതത്തില് അതിമോഹവും അത്യാഗ്രഹവും ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്, ഇപ്പോഴും ഇല്ല. എന്റെ നേട്ടങ്ങൾ പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുമുണ്ട്. അത് മാഡത്തിനും അറിയാലോ അല്ലേ? എന്തായാലും ഞാനിപ്പോ ഒരു കാര്യം തീരുമാനിച്ചു. ഇനി ഞാൻ കിട്ടിയതൊന്നും നഷ്ടപ്പെടുത്താനോ വിട്ടുകൊടുക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല. ഇങ്ങനെ മാനസിക കൊള്ളേണ്ട രീതിയിൽ തന്നെ പറഞ്ഞിട്ട് കൺമണി അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ മാനസ അപ്പോഴും കൺമണിയെ വിടുന്നില്ല. നീയൊന്നും നിന്നെ ഒന്നും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വെച്ചാ നീ എന്താ ഉദ്ദേശിച്ചത്? അത് പറഞ്ഞിട്ട് പോയാ മതിയെന്ന് പറഞ്ഞ് കൺമണി അവിടെ പിടിച്ചു നിർത്തും. എന്താണ് കിട്ടിയത് വിട്ടുകൊടുക്കില്ലെന്ന് നീ പറഞ്ഞെന്ന് വീണ്ടും ചോദിക്കും. മാനസയോട് അത് ഉദ്ദേശിച്ചെടുത്തോളാം തന്നെ കൺമണി പറഞ്ഞപ്പോ, എന്നാ നീയും കേട്ടോ, കിട്ടിയതൊന്നും ഞാനും വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാനസൻ തിരിച്ചു പറയുന്നുണ്ട്. കിട്ടിയതൊന്നും ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് കൃഷിന്റെ മുഖത്ത് നോക്കിയും മാനസ വീണ്ടും പറയുന്നുണ്ട്. എന്നിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. മാനസ വീണ്ടും ആന്റിമ്മയ്ക്കൊപ്പവും സുജാതയ്ക്കൊപ്പവും ഒക്കെ ചെന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ കൃഷി വന്നിട്ട് വീണ്ടും മാനസയെ വിളിക്കുകയാണ്. മാനസ, ഒരു മിനിറ്റ് എന്റെ കൂടെ ഒന്ന് വരാമോ? പാന്റിയമ്മയും ഹേമയൊക്കെ അതിലിടപെട്ടുകൊണ്ട്, മാനസ ഇവിടെ വന്നിട്ടല്ലേ സംസാരിച്ചത്, അപ്പൊ നിനക്ക് ഇവിടെ ഒന്ന് തന്നെ സംസാരിച്ചാൽ പോരെയും ചോദിക്കുന്നുണ്ട്. എന്നാൽ ഹേമയോട് ഇതിൽ ഇടപെടണ്ടെന്ന് പറയുന്ന കൃഷ്ണനോട്, അതെന്ത് ചോദ്യം കൃഷ്, എന്റെ മോളല്ലേ ഇവള്, മറ്റാരും ഇടപെട്ടില്ലെങ്കിലും ഞാൻ ഇടപെടും. എന്നാൽ ഹേമയോട് ഇതിൽ ഇടപെടണ്ടെന്നും ഇതൊക്കെ ഞാനും കൃഷ്ണനും തമ്മിൽ സംസാരിച്ചു തീർത്തോളാമെന്നും ഹേമയോടായിട്ട് പറയുന്നുണ്ട് മാനസ. തുടർന്ന് കൃഷ്ണനോട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ചോദിക്കുകയാണ്, എന്താ കൃഷ്, എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത്? അപ്പൊ കൃഷ് പറയും, എന്റെ കൂടെ വന്ന ആളാണ് കൺമണി, അതായത് എന്റെ ഗസ്റ്റ്. എന്റെ ഗസ്റ്റിനെ എന്റെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യാന്ന് വെച്ചാലേ അത് എന്നെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യ. ഇവിടെ വെച്ച് ആക്ഷേപിക്കുക മാത്രമല്ല, കൺമണിയോട് പുറത്തു വെച്ച് സംസാരിക്കുമ്പോഴും അവിടെ വന്ന് നീ പിന്നെയും ഇൻസൾട്ട് ചെയ്തു. ഇതിനൊക്കെ ആരടി നിനക്ക് ലൈസൻസ് തന്ന്? കൃഷ്ണന്റെ ദേഷ്യത്തോടെയുള്ള ഈ സംസാരം കേട്ടിട്ട് മാനസ് തിരിച്ചു പറയാണ്, ഇതിന് ലൈസൻസ് തന്നത് ആരാണെന്നോ? നീ തന്നെ, കൃഷ് സാഗർ. ദാ ലൈസൻസ് എന്ന ആളുടെ പേര് ഇതിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കൃഷ് അണീച്ച ആ മോതിരം ഉയർത്തിക്കാട്ടുകയാണ് മാനസ. എന്നിട്ട് ഇനി നിനക്ക് എന്തെങ്കിലും അറിയണോ എന്നും ചോദിക്കുന്നു. എന്നാൽ കൃഷും വാശിയുടെ കാര്യത്തിൽ ഒട്ടും പിറകിലില്ല. മാനസയോട് ചോദിക്കുന്നുണ്ട്, ലൈസൻസ് ഹോൾഡറെ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനുള്ള വ്യവസ്ഥയെക്കുറിച്ചും നിനക്കറിയാമെന്ന്. ഇതിനിടയിൽ ഹേമയും ചോദിക്കുന്നുണ്ട്, എന്റെ മോളെ എന്താണ് നിയമവിരുദ്ധമായിട്ട് കാണിച്ചതെന്ന്. അപ്പൊ കൃഷി പറഞ്ഞു കൊടുക്കുകയാണ്, ഇവള് നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിച്ചത് എന്താണെന്ന് അറിയൂ? ഏറ്റവും അവസാനത്തെ ഉദാഹരണം തന്നെ ഞാൻ പറയാം. മാനസ ഇപ്പൊ സസ്പെൻഷനിലാണെന്ന് അറിയാലോ. അതില് നിയമവിരുദ്ധമായിട്ട് എന്താ ഉള്ളതെന്ന് അന്വേഷിച്ചാൽ പിടികിട്ടും. പിന്നെ കുഴപ്പക്കാർക്ക് പലപ്പോഴും രക്ഷപ്പെടാനുള്ള ഒരു കഴിവ് കൂടെ ഉണ്ടാവും. അത് പക്ഷേ എല്ലാ കാലത്തും ഒന്നും നിലനിൽക്കലും പിടി എപ്പോഴെങ്കിലും വീഴും. ഇങ്ങനെയെല്ലാം മാനസിക ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ കൃഷി പറയുന്നുണ്ട് അവിടെ വെച്ചിട്ട്. ആന്റിയമ്മ പറയും, എടാ കൃഷ്, അകത്തൊരാളെ വയ്യാതെ കിടക്കുകയാണ്, നീ ഇവിടെ നിന്ന് തർക്കവും നീതിശാസ്ത്രവും ഒന്നും കേൾപ്പിക്കണ്ട. പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടും കണ്ടില്ലെന്നും നടിച്ചു നിൽക്കുക. ആസ്ഥാനത്ത് നിന്റെ പ്രസംഗം കൂടെ വേണ്ട. എന്നാൽ കൃഷി ആന്റിയമ്മയോടും പറയുന്നുണ്ട്, മറ്റുള്ളവർക്ക് പറയാനുള്ളതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് പറയാൻ അവസരം തരില്ലെന്നോ? അതിലെന്ത് ന്യായം ആന്റിയമ്മയുള്ളത്? കൺമണിയും ഞാനും കൂടെ യാത്ര പോയതേ പ്രോജക്റ്റിന് വേണ്ടിയിട്ട്, കമ്പനിക്ക് വേണ്ടിയിട്ട്. കമ്പനിയുടെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് അയച്ചത്. അത് വിജയകരമായിട്ട് പൂർത്തീകരിച്ച് വരികയും ചെയ്തു. കമ്പനിക്കും കമ്പനി ഉടമസ്ഥർക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണത്. കമ്പനിയിൽ അഭിമാനം കൊണ്ടുവന്ന ആളെ സ്വീകരിച്ച് നല്ല വാക്കുകൾ പറയുക ശരിക്കും വേണ്ടത്. പക്ഷെ ഇതിപ്പോ എല്ലാവരും കടിച്ചു കയറാൻ വരുന്നത് പോലെയല്ലേ നിന്നത്. എന്റെ ഒരു സഹപ്രവർത്തകയെ അങ്ങനെ വിട്ടുകൊടുക്കാൻ എനിക്ക് എന്തായാലും പറ്റില്ല. എന്നാൽ മാനസ കൃഷ്ണനെ ചോദ്യം ചെയ്യുന്നുണ്ട്, നീ എന്താ പറഞ്ഞത്? കമ്പനിയുടെ പ്രോജക്റ്റ് എന്നോ? കമ്പനിയുടെ പ്രോജക്റ്റ് എന്താണെന്ന് തീരുമാനിക്കുന്നത് ചെയർമാനാ. ആ പൊന്നുമേട് എന്ന സ്ഥലത്ത് എത്തിയതിനു ശേഷമാണ് ചെയർമാൻ പോലും ഇക്കാര്യത്തെ കുറിച്ച് അറിയുന്നത്. എന്നിട്ട് മേധാവി അയച്ചു പോലും. പിന്നെ മേധാവിയെ നന്നായിട്ട് എനിക്കറിയാം. ആ ദേവ്ജി അങ്ങേരെ സ്തുതി പാടി നിൽക്കുന്നവരെ മാത്രമേ അങ്ങേർക്ക് ഇഷ്ടമുള്ളൂ. കൺമണിയും കൃഷുവും ഒക്കെ അങ്ങേരെ ദൈവം പോലെ കൊണ്ടു നടക്കുമല്ലേ. അപ്പൊ തിരിച്ച് ഇങ്ങോട്ടും ഇതുപോലെ ഓരോ ഔദാര്യം കിട്ടും. ഓരോ കാട്ടിലും മേട്ടിലും ഒക്കെ പോയി പ്രോജക്റ്റ് എന്ന് പറഞ്ഞു മേയാൻ. എന്നാൽ ഞാനും ശ്രീദേവിയും ഒക്കെ ഞങ്ങളുടെ വ്യക്തിത്വം നോക്കും. അതുകൊണ്ട് ശകാരവും സസ്പെൻഷനും ഒക്കെ ഞങ്ങൾക്ക് കിട്ടും. ദേവ്ജിയെ പറ്റി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന മാനസയോട് കൃഷി അങ്ങോട്ട് ചോദിക്കാണ്, ദേവ്ജിയോട് നിനക്ക് ഇത്രയും പകയും ദേഷ്യവും ഉള്ളതിന്റെ കാരണം ഞാനിപ്പോ ഇവിടെ വെച്ച് വെളിപ്പെടുത്തട്ടെ? മാനസയ്ക്ക് അത് കേട്ട് പേടിയാവുന്നുണ്ട് കേട്ടോ. മാനസ ഉത്തരം മുട്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കുന്ന കൃഷി, എന്ത് പറ്റി നിനക്ക്? നിന്റെ മുഖം ആകെ വിളറിയല്ലോ. എന്നാൽ മാനസ അപ്പൊ പറയും,
ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അത് സത്യമാണെന്ന് കരുതി കള്ളക്കഥകൾ ഉണ്ടാക്കരുത് കൃഷ്. ഇതേ സമയത്താണ് ഹേമ ചോദിക്കുന്ന കൃഷ്ണനോട്, എന്റെ മോളുടെ കയ്യിൽ വിവാഹമോതിരമൊക്കെ അണിയിച്ചിട്ട് കല്യാണക്കാരി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? എന്നാൽ അതൊക്കെ മുതിർന്നവർ തീരുമാനിക്കേണ്ട കാര്യമാണെന്നും എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ലെന്നാണ് കൃഷ് മറുപടി കൊടുക്കുന്നത്. എന്നാൽ ഹേമ അങ്ങനെ കൃഷ്ണനോട് ചോദിച്ചൊന്നും മാനസിക്ക് പിടിക്കുന്നില്ല. അമ്മ ഇതിൽ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ കൃഷിന്റെ പെണ്ണ, കൃഷി എന്റെ പുരുഷനോ, അതിലെ ഒരു മാറ്റവും ഇല്ല. അതിനിടയിൽ സംഭവിക്കുന്നൊന്നും എനിക്കൊരു വിഷമവും ഇല്ല. ഈ റിങ് ആ ജീവനാന്ത എന്റെ കയ്യിൽ തന്നെ കാണും. മറ്റൊരാള് ഇനി എന്റെ വിരലില് മോതിരം അണിയിക്കില്ലെന്നും ഒക്കെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പറയുമ്പോ കൃഷാണെങ്കിൽ കടിച്ചു കയറാനുള്ള ദേഷ്യത്തിൽ പറയാണ് അവളുടെ ഒരു മോതിരം എന്നിങ്ങനെ. എന്തായാലും ഇത്രയും നേരം സൈലന്റ് ആയിട്ട് നിന്നിരുന്ന സുജാത ഈ വഴക്കും ബഹളവും ഒക്കെ കേട്ടിട്ട് പറഞ്ഞു പോകുന്നുണ്ട്, ഒന്ന് നിർത്താമോ എല്ലാവരും? അവിടെ ഒരാൾ ഐസിയുയില് എന്താണെന്ന് പോലും അറിയാതെ കിടക്കുക, പുറത്താണെങ്കിൽ അട്ടഹാസവും കോലാഹലങ്ങളും. ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഇതൊരു ആശുപത്രിയല്ലേ? അകത്ത് കിടക്കുന്ന ആളിന് ഒരു വിലയും നിങ്ങൾ കൊടുക്കുന്നില്ലേ? ഇങ്ങനെയെല്ലാം പറഞ്ഞ് സഹിക്കാനാവാത്ത വേദനയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുജാത അവിടെ നിന്ന് മാറി പോകുന്നുണ്ട്. സുജാതയെ ആശ്വസിപ്പിക്കാൻ എന്നോണം ആന്റിയമ്മയും ഹേമയും മാനസിയൊക്കെ പിന്നാലെ ചെല്ലും. കൃഷ്ണനാണെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഈ രീതിയിലൊക്കെ പെരുമാറേണ്ടി വന്നതിൽ സങ്കടമുണ്ട്. പക്ഷെ അതേസമയം മാനസയോട് പ്രതികരിക്കാതിരിക്കാനും പറ്റുമായിരുന്നില്ല. ആ രീതിയിലായിരുന്നല്ലോ മാനസയുടെ കാട്ടിക്കൂട്ടലുകൾ. അതിനുശേഷം കാണിക്കുന്നത് സഹദേവൻ സുമിത്രയെ വിളിച്ച് അറിയിക്കുന്നുണ്ട് സഹ തടവുകാരനിൽ നിന്നും ബലരാമനെ കുത്തുകെട്ടിയ വിവരം. ബലരാമനെ ഇപ്പോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുകയാണെന്നും. ഏത് ആശുപത്രിയിലേക്കാണെന്ന് ചോദിക്കുന്ന ഷൺമുഖദാസിനോട് ഇവിടെ അടുത്തുള്ള ജനറൽ ആശുപത്രിയിലാണെന്ന് മറുപടി കൊടുക്കുകയാണ് സഹദേവൻ. എന്നാൽ ഷൺമുഖദാസ് പറഞ്ഞു കൊടുക്കും അവനെ കൊണ്ടുപോകേണ്ടത് ജനറൽ ആശുപത്രിയിലേക്ക് അല്ല, അവനെ സാഗര കിടക്കുന്ന സിറ്റി ഹോസ്പിറ്റലിലേക്ക് വേണം കൊണ്ടുപോകാൻ. സഹദേവൻ അതിനെ സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം ഷൺമുഖദാസ് ബാലുവിനോടും സുമിത്രയോടുമായിട്ട് ഒരു സുവർണ അവസരമാണ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നതെന്നും ഇത് നമ്മൾ മാക്സിമം മുതലാക്കണമെന്നും സാഗറിന്റെ കാര്യത്തിൽ ഇതോടെ നമ്മളൊരു തീരുമാനം ഉണ്ടാക്കണമെന്നും കുറ്റം ബലരാമനിലും ആരോപിക്കണമെന്നും ഒക്കെ കണക്ക് കൂട്ടി പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ചിരിയോടെ നിൽക്കുകയാണ് സുമിത്രയും ബാലുവും ഒക്കെ. സുമിത്രയും പറയുന്നുണ്ട്, വക്കീൽ പറഞ്ഞ നേരാ, ഇതൊരു സുവർണ അവസരമാണ്, കാലങ്ങളായി കാത്തിരുന്നത് ഈ ദിവസത്തിന് വേണ്ടി. ചോര കണ്ടാൽ ശുഭലക്ഷണമെന്നല്ലേ പറയാറ്? ബലരാമന്റെ ചോര കാര്യങ്ങൾ ശുഭമാക്കി തരും. സാഗറെ, ഹാർട്ട് അറ്റാക്കിൽ നിന്ന് നീ ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കും, പക്ഷേ യഥാർത്ഥ അറ്റാക്ക് വരുന്നുണ്ട്. ആദ്യം സാഗർ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലല്ലോ മരിക്കുക എന്നോർക്കുമ്പോൾ ഒരു സങ്കടമൊക്കെ തോന്നിയ, പക്ഷെ അയാൾക്ക് ഹൃദയസ്തംഭനം വന്നത് ഇപ്പൊ നമുക്ക് വേണ്ടിയിട്ടാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. അയാളുടെ മൂത്ത മകനും ഇപ്പോ അയാളുടെ അച്ഛൻ കിടക്കുന്ന അതേ ഹോസ്പിറ്റലിലേക്ക് തന്നെ ചെല്ലുകയാണ് എന്നെല്ലാം സന്തോഷിച്ച് പറയുന്നുണ്ട് സുമിത്ര.